വാങ്ങുന്ന ദൈവജനത്തിരിക്കുന്നത് ദാസൻ ലൈനിലുണ്ട്. കാര്യം നമുക്ക് ദൈവജനം കേൾക്കാം. ദൈവജനം നമ്മുടെ സാമ്പത്തിക ഭാഷ പ്രാർത്ഥിച്ച് ആശീർവാദം പറയാൻ ഓർപ്പിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ദൈവജനം കേൾക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവിൻ്റെ ദാസന്മാർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം സ്തോത്രം. ഞാൻ മ്യൂട്ട് ചെയ്തൊക്കെയായിരുന്നു, ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവിൻ്റെ ദാസന്മാർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി കാലവും കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ചുരുക്കം പേരായി വന്നു കൂടുവാൻ നമുക്ക് ലഭിച്ച അവസരത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ നന്ദിയോട് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ അത്ഭുതകരമായ ഒരു പ്രവർത്തനം, കർത്താവിൻ്റെ പ്രവർത്തനം, 3 പ്രവർത്തനം അവിടെ നമ്മൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. അത്യത്ഭുതകരമായ പ്രവർത്തനമാണ് 3 ഇടങ്ങളിലും. അത് മർക്കോസിൻ്റെ 5-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. അതിൻ്റെ 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് ഗദരദേശത്തേക്ക് കടന്നു പോവുകയും അവിടെ ഒരു ലഗ്യോൻ ബാധിച്ച ഒരുവനെ വിടുവിക്കുകയും ചെയ്യുന്ന ആ ഒരു സംഭവം നമ്മളവിടെ കാണുന്നു. ഹല്ലേലൂയ. ലഗ്യോൺ എന്ന് പറഞ്ഞാൽ അന്നത്തെ റോമൻ പടയാളികളുടെ ഒരു കൂട്ടത്തിൻ്റെ നമ്പറാണ് അത്. ഹല്ലേലൂയ. അത് 6000 ആണ് അതിൻ്റെ ആ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ലഗ്യോൺ എന്ന് പറഞ്ഞാൽ 6000 പേരാണ് അവനിൽ അടങ്ങിയിരിക്കുന്നത്. അവൻ പറഞ്ഞ് ചോദിച്ചപ്പോൾ യേശു ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ് ഞങ്ങൾ ലഗ്യോണാണ് എന്ന് പറഞ്ഞാൽ 6000 ഭൂതങ്ങൾ അവനിൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. കർത്താവ് അവനെ ശാസിച്ച് പുറത്തു പോകാൻ പറഞ്ഞപ്പോൾ അവൻ മടിച്ചു നിന്നുവെങ്കിലും ഒടുവിൽ അവിടെ മേഞ്ഞുകൊണ്ടിരുന്ന 2000 പന്നിക്കൂട്ടങ്ങളിലേക്ക് കയറുവാനിടയായി തീർന്നു. അപ്പോൾ ഒരു പന്നിയിൽ ചുരുങ്ങിയത് 3 പേരെങ്കിലും വീതം കയറി. ഹല്ലേലൂയ. അപ്പോൾ 6000 പേര് അങ്ങ് മാറിപ്പോകുവാൻ ഇടയായി തീർന്നു. അത് ഉടനെ കൂട്ടം കടുംതൂക്കത്തോടെ ഓടി കടലിൽ ചാടി ആ പന്നികളൊക്കെയും മരിച്ചു പോകുവാനും ഇടയായി തീർന്നു. എന്നാൽ ഈ ലഗ്യോൺ ബാധിച്ചവന് അവൻ മരിച്ചിട്ടില്ല. ആ ലഗ്യോൺ 6000 ലഗ്യോൺ, അതായത് ഈ 6000 ഡീമൺസ് അവർ മരിച്ചിട്ടില്ല. അവരുടെ ആത്മാവാണല്ലോ. അവർക്ക് ഈ ഭൂമിയിൽ എന്തെങ്കിലും പ്രവർത്തിക്കണമെങ്കിൽ ഒരു ശരീരം വേണം. അപ്പോൾ ഈ പന്നികളൊക്കെ മരിച്ചപ്പോൾ ഇവർ അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഉഴന്ന് നടക്കുക. ഇനി ആരുടെ ദേഹത്താണ് പോയി കയറേണ്ടതെന്ന് വിചാരിച്ച്. ഹല്ലേലൂയ. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്നത് ഈ പന്നികളിൽ ലഗ്യോൺ ഈ ഡീമൺസ് കയറും. ഹല്ലേലൂയ. മൃഗങ്ങളിൽ ഡീമൺസ് കയറും. ഹല്ലേലൂയ. നമ്മുടെ നാട്ടിൽ ഈ വൈൽഡ് പിഗ്സ് ധാരാളം ഇറങ്ങിയിട്ടുണ്ട്. മനുഷ്യരെ കൊല്ലുക. അവർ വന്ന് വാഹനങ്ങളെ ഇടിക്കുക, മോട്ടോർ സൈക്കിളിലൊക്കെ പോകുന്നവരുടെ വണ്ടിക്ക് വട്ടം കുറുകെ ചാടുക, എന്നിട്ട് ഈ വണ്ടി വന്ന് ഇടിച്ച് മറിഞ്ഞ് അതിൽ സഞ്ചരിക്കുന്നവർ മരിക്കുക, അപകടത്തിൽപ്പെടുക. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ ആനയിലൊക്കെയും ഈ ഡീമൺസ് ഉണ്ടാവും. അതുപോലെ സിംഹം, കരടി, ഇങ്ങനെയുള്ള മൃഗങ്ങളിൽ, പ്രത്യേകിച്ച് പാമ്പിലൊക്കെയും ഡീമൺസ് ഉണ്ടാകും. ഈ ഡീമൺസ് ഹാലയിൽ നമുക്കിവിടെ തെളിയിച്ചു തന്നു ഡീമൺസ് മൃഗങ്ങളിൽ കടക്കുമെന്നുള്ളതിന്. അപ്പോൾ നമ്മളൊരു പാമ്പിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ 10 വിടർത്ത് നമ്മൾ കൊത്തുന്നതിൻ്റെ കാര്യം അവനിൽ ഡീമൺസ് ഉണ്ട്. ആ ഡീമൺസ് ഉള്ളത് കൊണ്ടാണ്. എന്നാൽ നമ്മുടെ രാജ്യക്കാർ ഇങ്ങനെയുള്ള മൃഗങ്ങളൊന്നും കൊല്ലുവാൻ അനുവദിക്കുകയില്ല. ഇങ്ങനെയുള്ള ഡീമൺസ് ബാധിച്ച ജന്തുക്കളെ നമ്മൾ മരിച്ചാലും കുഴപ്പമില്ല, ഈ ഡീമൺസ് ബാധിച്ച ജന്തുക്കളെ ഒന്നും കൊല്ലാതെ സൂക്ഷിച്ച് കൊണ്ട് നടക്കുക. ഹല്ലേലൂയ. അതിൻ്റെ കാരണം ഈ പറഞ്ഞ മൃഗങ്ങളൊക്കെയും നമ്മുടെ രാജ്യത്തിൽ ദൈവങ്ങളാണ്. ആന ദൈവമാണ്, അതുപോലെ പന്നി, ഇതെല്ലാം പാമ്പ്, ഇതെല്ലാം ദൈവങ്ങളാണ് നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഈ ഗോഡസ് വസിക്കുന്നു എന്നുള്ള ധാരണയിൽ, അതൊക്കെയും ഗോഡ്സ് ആണെന്നുള്ള ധാരണയിൽ ഇതിനെ ഒന്നും കൊല്ലുവാനും നമ്മുടെ നാട്ടിൽ അനുവദിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ മറ്റുള്ള രാജ്യങ്ങളിലാണെങ്കിൽ ഇങ്ങനെയുള്ളതിനൊക്കെ കൊന്നുകളയുകയാണ് പതിവ്.
എന്നാൽ നമ്മുടെ നാട്ടിൽ മാത്രം അങ്ങനെ ഒരു നിയമമില്ലാത്തത് കൊണ്ട് ഇതിൻ്റെ എല്ലാം ബുദ്ധിമുട്ടുകൾ, പ്രതികൂലങ്ങൾ പ്രത്യേകിച്ച് ദൈവത്തെ സ്നേഹിക്കുന്നവർക്കെല്ലാം ധാരാളമായി ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഇവന് വലിയ, ഈ വിടുവിക്കപ്പെട്ട മനുഷ്യൻ വലിയ ടെററിൽ, അവൻ വലിയ ഭയത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നവനായിരുന്നു. അവനെ വിടുവിക്കപ്പെട്ടപ്പോൾ, ഈ ലെഗ്യോൺ വിടുവിക്കപ്പെട്ടപ്പോൾ അവന് വളരെ സ്വതന്ത്രം ഉള്ളവനായി തീർന്നു. അവൻ്റെ ഭയം മാറി. അല്ലെങ്കിൽ അവൻ അതിനു മുമ്പ് കല്ലറുകളിലൊക്കെ ആയിരുന്നു അവൻ്റെ വാസം. അവനെ ചങ്ങലയ്ക്കും വിലങ്ങുമിട്ട് പൂട്ടിയാലും അവൻ അതെല്ലാം വലിച്ച് ഉരച്ച് പൊട്ടിച്ച് ആ ദേശത്ത് വലിയ ഉപദ്രവം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇവൻ വിടുവിക്കപ്പെട്ടപ്പോൾ വളരെ ശാന്തനായി തീർന്ന് അവൻ യേശുവിൻ്റെ സമാധാന സുവിശേഷം അറിയിക്കുന്നവനായി, അതൊക്കെ പോലെ ദേശത്തെല്ലാം യേശുവിൻ്റെ സമാധാന സുവിശേഷം അറിയിക്കുന്നവനായി മാറുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. നമ്മൾ അനേക പാസ്റ്റർമാർ ഇതുപോലുള്ള അനേക ഭൂതഗ്രസ്തരെ വിടുവിച്ചിട്ടുണ്ട്. ആ വിടുവിക്കപ്പെട്ടവരൊക്കെയും കർത്താവിൻ്റെ സുവിശേഷം ധൈര്യമായി ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അത്തരത്തിലുള്ള പാസ്റ്റർമാർക്കായി നമുക്ക് ദൈവത്തെ നന്ദിയോട് സ്തുതിക്കാം. ഹല്ലേലൂയ. ഇനി ഇതിൻ്റെ 22-ാമത്തെ വാക്യം, 5-22 വാക്യം ഞാൻ വായിക്കാം. പള്ളിപ്രമാണികളിൽ യായിറോസ് എന്നു പേരുള്ള ഒരുത്തൻ വന്ന് അവനെ കണ്ട് കാൽക്കൽ വീണു. എൻ്റെ കുഞ്ഞുമകൾ അത്യാസനത്തിൽ ഇരിക്കുന്നു, അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ വന്ന് അവളുടെ മേൽ കൈവയ്ക്കണമേ എന്ന് അപേക്ഷിച്ചു. യായിറോസ് എന്ന പള്ളിപ്രമാണി യേശുക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് വരുവാൻ ഇടയായി തീർന്നു. അതിൻ്റെ കാരണം അവൻ്റെ കൊച്ചുമകള് വളരെ അത്യാസനത്തിലിരിക്കുക. അന്നത്തെ കാലത്തുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് കൊണ്ടും അവൾ രക്ഷിക്കപ്പെട്ടില്ല. വെറുതെ പണം മുടക്കുകയും മറ്റുള്ള ഈ അന്നത്തെ ഫിസിഷ്യൻസ് എല്ലാം പോയി കാണുകയും ചെയ്തു എന്നുള്ളതല്ലാതെ അവൾക്ക് ഒരു പ്രയോജനമുണ്ടായില്ല. അങ്ങനെ ഒടുവിൽ അവൾ മരണത്തോട് അടുക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ യായിറോസ് തന്നെ യേശുവിലേക്ക് സമർപ്പിക്കുവാൻ തീരുമാനിച്ചു. അവൻ ഓടിച്ചെന്ന് യേശു ആണെങ്കിൽ ഈ ഗദരദേശത്തെ ഈ ശുശ്രൂഷ കഴിഞ്ഞ് വന്ന് വളരെ ടയേർഡ് ക്ഷീണിതനുമായിരിക്കുന്ന സമയത്ത് ജനങ്ങളാണെങ്കിൽ അവിടെ വന്ന് ഇറങ്ങിയപ്പോൾ വീണ്ടും ജനങ്ങൾ അവനെ കാണുവാനും അവനിൽ നിന്ന് രോഗസൗഖ്യം പ്രാപിക്കുവാനും തിരക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ഹല്ലേലൂയ, നമ്മുടെ ശുശ്രൂഷ നമ്മുടെ പാസ്റ്റർമാർക്കൊക്കെ അറിയാം. ഒരു ശുശ്രൂഷ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ, പ്രത്യേകിച്ച് ഇതേപോലുള്ള ഭൂതഗ്രസ്തരൊക്കെ വിടുവിക്കുന്ന ശുശ്രൂഷയൊക്കെ ചെയ്തിറങ്ങുമ്പോൾ അവരുടെ ക്ഷീണത്തിൻ്റെ അവസ്ഥ അവർക്കൊക്കെ അറിയാം. ഹല്ലേലൂയ. അത്തരത്തിൽ ക്ഷീണിച്ചിരുന്ന യേശുക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് അനേകർ കടന്നു ചെന്നു. ആ കൂട്ടത്തിൽ യായിറോസ് കടന്നു ചെന്ന് യായിറോസ് കർത്താവിൻ്റെ കാൽക്കൽ വീണ് നമസ്കരിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനത്തിൽ പറയുന്ന പോലെ എല്ലാ മുഴങ്കാലും മടങ്ങും, എല്ലാ നാവും യേശു കർത്താവ് എന്ന് ഏറ്റു പറയും. യായിറോസ് ഇതുവരെ കർത്താവിന് വിരുദ്ധനായി നിന്നവനാ. കാരണം യഹൂദ പള്ളിപ്രമാണികളുടെയും യഹൂദ പുരോഹിതന്മാരുടെയും സന്നിധി സംഘത്തിൻ്റെയും നിയമപ്രകാരം യേശുവുമായി യാതൊരു തരത്തിലുള്ള ബന്ധം പുലർത്തുവാനും യായിറോസിന് കഴിയുകയില്ല. അപ്രകാരം ചെയ്താൽ അവനെ പള്ളിയിൽ നിന്ന് പുറത്താക്കും, നാട്ടിൽ അവൻ്റെ കുടുംബത്തെ വിലക്കുവാനിടയായി തീരും. അങ്ങനെയുള്ള മഹാദുരന്ത അനുഭവത്തിലൂടെ അവൻ പോകേണ്ടതായി വരും. ഹല്ലേലൂയ. എന്നാൽ ഒടുവിൽ തൻ്റെ കുഞ്ഞു മകൾക്ക് അത്യാസന നിലയിലായതുകൊണ്ട് യായിറോസ് പോയി യേശുവിൻ്റെ അടുക്കൽ പോയി അവൻ്റെ കാൽക്കൽ വണങ്ങുവാൻ ഇടയായി തീർന്നു. യേശു പറഞ്ഞു, യായിറോസേ, ഞാൻ നിൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ യേശു യായിറോസിൻ്റെ കൂടെ യായിറോസിൻ്റെ ഭവനത്തിലേക്ക് പോകുവാൻ തീരുമാനിച്ചു. ഹല്ലേലൂയ. യായിറോസ് അതുവരെ അവൻ്റെ ഉള്ളിൽ അവൻ്റെ പ്രത്യാശ നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലായിരുന്നു. തൻ്റെ മകള് അത്യാസനത്തിലിരിക്കുകയാണ്, അവൾ ഇനി ജീവിച്ചു വരുമോ എന്ന് അറിയാൻ വയ്യ. കാരണം ഫിസിഷ്യൻസ് എല്ലാം അവളെ ഉപേക്ഷിച്ചു. ഇനി അവരെ കൊണ്ട്, അങ്ങനെയുള്ള ഫിസിഷ്യൻസിനെ കൊണ്ട്, വൈദ്യന്മാരെ കൊണ്ട് ഒരു പ്രയോജനമില്ല എന്ന് മനസ്സിലായി. അങ്ങനെ അവളുടെ അത്യാസനത്തിൽ അവൾ മരണത്തോടടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ യേശുവിനെ പോയി കാണുക. യേശുവിനെ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞു, ഞാൻ വരാം. ഹല്ലേലൂയ. അതൊരു വലിയ പ്രത്യാശ യായിറോസിലുണ്ടാക്കി. ആ മരിച്ചു കിടന്നിരുന്ന ആ പ്രത്യാശ അവിടെ വീണ്ടും വളരുവാൻ ഇടയായി തീർന്നു. എന്നാൽ യേശു യായിറോസിൻ്റെ കൂടെ നടന്നു പോയപ്പോൾ വഴിയിൽ വീണ്ടും ഒരു ഇൻ്ററപ്ഷൻ ഉണ്ടാകുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. 12 വർഷക്കാലമായി രക്തസ്രാവത്തിൽ കിടന്നിരുന്ന ഒരു സ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊടുവാനായി കടന്നു വരികയും അവിടെ ആ സമയം വളരെയധികം പോകുവാനും ഈയിടെയായി തീർന്നു. ഹല്ലേലൂയ. അപ്പോൾ ഈ യായിറോസിൻ്റെ ഉള്ളിൽ
ഭയങ്കരമായ ഒരു വിഷമമുണ്ടായി കാണുമല്ലോ. തൻ്റെ മകൾ ഇപ്പോൾ തന്നെ പ്രയാസത്തിലാണ്, അതുകൊണ്ട് കർത്താവേ ഒന്ന് വേഗം വരണമേ എന്ന് അവനിങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു അവൻ്റെ ഉള്ളിലെ ചിന്തകളെല്ലാം അറിഞ്ഞു. ഹല്ലേലൂയ. ഇങ്ങനെ ഈ രക്തസ്രവക്കാരിയായ സ്ത്രീയെ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ അവൾ വന്ന് തൊട്ട് കഴിഞ്ഞപ്പോൾ അവളുടെ ബാധ നീങ്ങുവാനും അവളുടെ രോഗം സൗഖ്യമാകുവാനും ഇടയായി തീർന്നു. അവളത് പരസ്യമായി വിളിച്ചു പറയുവാനും ഇടയായി തീർന്നു. അങ്ങനെ അവിടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ യായിറോസിൻ്റെ ഭവനത്തിൽ നിന്ന് ഒരുവൻ കടന്നു വന്ന് യായിറോസിനോട് പറഞ്ഞു, നിന്റെ മകൾ മരിച്ചുപോയി, ഇനി ഗുരുവിനെ പ്രയാസപ്പെടുത്തേണ്ട, അസഹ്യപ്പെടുത്തേണ്ട എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഈ പറഞ്ഞത് യേശു കേൾക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. യേശു യായിറോസിനോട് പറഞ്ഞു, ഹല്ലേലൂയ, ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. മനുഷ്യർ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് നീ ഭയപ്പെടേണ്ട, നീ വിശ്വസിക്കുക എന്ന് യേശു ക്രിസ്തു യായിറോസിനോട് പറഞ്ഞു. ഹല്ലേലൂയ. യെശയ്യാവിൻ്റെ പുസ്തകത്തിൻ്റെ 55:8-9 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, എൻ്റെ വിചാരങ്ങളല്ല നിങ്ങളുടെ വിചാരങ്ങൾ, എൻ്റെ വഴിയല്ല നിങ്ങളുടെ വിചാരങ്ങൾ. ആകാശം ഭൂമിക്ക് മേൽ ഉയർന്നിരിക്കുന്ന പോലെ എൻ്റെ വഴികളും എൻ്റെ വിചാരങ്ങളും ഉയർന്നിരിക്കുന്നു. നിങ്ങൾ ചിന്തിക്കുന്നത് പോലെയല്ല ഞാൻ ചിന്തിക്കുന്നത്, നിങ്ങളുടെ വഴികളിലൂടെയല്ല ഞാൻ നടക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ നിന്നോട് പറഞ്ഞു യായിറോസേ, നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക, നീ ഭയപ്പെടണ്ട എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. യായിറോസ് വളരെ വിശ്വാസത്തോടെ കടന്നു വന്നതാണ്. എന്നാൽ ഈ മനുഷ്യൻ്റെ റിപ്പോർട്ട് യായിറോസിൻ്റെ ചിന്താഗതികൾക്ക് മാറ്റം വരുത്തുവാൻ ഈയിടെയായി തീരുമായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ മനുഷ്യൻ്റെ ഒരു ഇൻ്ററാക്ഷൻ കൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ തടസ്സപ്പെടുത്തുവാൻ കഴിയുകയില്ല. കർത്താവ് അതുകൊണ്ട് വീണ്ടും യായിറോസിനോട് പറഞ്ഞു, യായിറോസേ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ ഭവനത്തിലേക്ക് വരും എന്ന് പറഞ്ഞ് യായിറോസിനെ ധൈര്യപ്പെടുത്തുവാൻ ഈയിടെയായി തീർന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ ഒരു കാര്യം വിശ്വസിക്കുമ്പോൾ, നമ്മൾ കർത്താവിൻ്റെ കാര്യങ്ങൾ വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസത്തിനെതിരെ ഒരു യുദ്ധം തന്നെ കടന്നു വരുവാൻ ഇടയായി തീരും. നമ്മുടെ വിശ്വാസത്തെ തകർക്കുവാൻ പലതരത്തിലുള്ള തടസ്സങ്ങൾ മുന്നിലേക്ക് വരുവാൻ ഇടയായി തീരും. യായിറോസിനെ സംബന്ധിച്ച് ഈ താമസം, ഈ ഡിലേ വരുന്നത് അവൻ്റെ വിശ്വാസത്തെ ഒന്ന് ശോധന ചെയ്യുവാൻ വേണ്ടിയായിരുന്നു. കർത്താവിന് വേണമെങ്കിൽ യായിറോസ് വന്ന് കർത്താവിൻ്റെ കാൽക്കൽ വീണപ്പോൾ തന്നെ കർത്താവിന് അവിടെ നിന്നുകൊണ്ട് തന്നെ അവൻ്റെ മകളെ സൗഖ്യമാക്കുവാൻ കഴിയുമായിരുന്നു. എന്നാൽ കർത്താവ് അങ്ങനെ സൗഖ്യമാക്കാതെ അവൻ്റെ വിശ്വാസത്തെ ഒന്ന് ശോധന ചെയ്യുവാൻ തീരുമാനിച്ചു. അങ്ങനെ ഹാലിൽ വീണ്ടും ഇവിടെ തടസ്സങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴും യായിറോസ് തളർന്നു പോകാതെ കർത്താവ് പറഞ്ഞത് അവൻ വീണ്ടും വിശ്വസിക്കുവാൻ ഇടയായി തീർന്നു. യായിറോസിന് വേണമെങ്കിൽ കർത്താവിനോട് പറയാമായിരുന്നു, കർത്താവേ, ഈ വന്നവന് ഹല്ലേലൂയ വളരെ കൃത്യമായി കാര്യങ്ങൾ അറിയാവുന്ന ഒരുവനാണ്, അവൻ വൈദ്യന്മാരെ വിളിച്ച് പരിശോധിച്ചു കാണും, അവരുടെ നാഡീ ഞരമ്പുകളൊക്കെ നിന്നിട്ടുണ്ട്, അവരുടെ ശ്വാസം നിന്നിട്ടുണ്ട്, അപ്പോൾ അത് മരിച്ചിരിക്കുക, അല്ലാതെ ഉറങ്ങുകയല്ല. ഉറങ്ങുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, അവളും മരിച്ചിരിക്കുകയാണ്. കർത്താവേ, ഹല്ലേലൂയ. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞതുപോലെ, ആ റിപ്പോർട്ട് ചെയ്ത മനുഷ്യൻ പറഞ്ഞതുപോലെ, ഇനി കർത്താവിനെ ബുദ്ധിമുട്ടിക്കണ്ട, നിന്റെ മകൾ മരിച്ചിരിക്കുന്നു. എന്നാൽ കർത്താവ് പറഞ്ഞു, നീ ഭയപ്പെടണ്ട, നീ വിശ്വസിക്കുക, എന്നിൽ വിശ്വസിക്കുക എന്ന് പറയുവാൻ ഈയിടെയായി തീർന്നു. ഹല്ലേലൂയ. അങ്ങനെ യായിറോസ് കർത്താവിനെ വിശ്വസിച്ചു. കർത്താവ് വേഗം തന്നെ യായിറോസിൻ്റെ ഭവനത്തിലേക്ക് കടന്നു പോകുവാനും ഈയിടെയായി തീർന്നു. ഹല്ലേലൂയ. റോമറിൻ്റെ പുസ്തകം 4:18-21 പറയുന്നു, അവിടെ അതായത് പ്രത്യാശയ്ക്ക് വിരുദ്ധമായി വിശ്വസിച്ചു, പ്രത്യാശയ്ക്ക് എതിരെ വിശ്വസിച്ചു അബ്രാഹാമിന് തൻ്റെ ആ ദൈവത്തിൻ്റെ വാഗ്ദത്തം നിറവേറുവാൻ ഈയിടെയായി തീർന്നു. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ പ്രത്യാശയ്ക്ക് വിരുദ്ധമായി പല പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ നമ്മൾ കണക്കിലെടുക്കാതെ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നാം വിശ്വസിച്ച് മുന്നിലേക്ക് പോകേണ്ടതാകുന്നു. ഹല്ലേലൂയ. അങ്ങനെ പ്രത്യാശയ്ക്ക് എതിരായി വരുന്ന കാര്യങ്ങളെ നാം
നമ്മുടെ പ്രത്യാശയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങളെ നാം വിശ്വസിക്കുക. ഹല്ലേലൂയ. അബ്രാഹാമിനോട് ദൈവം പറഞ്ഞു, നിനക്ക് നിന്റെ സന്തതികൾ നിനക്കുണ്ടാകുമെന്ന് പറഞ്ഞു. അബ്രാഹാം നോക്കിയപ്പോൾ യാതൊരു പ്രത്യാശയുമില്ല. ആ പ്രത്യാശയ്ക്ക് വിരുദ്ധമായി അബ്രാഹാം അത് വിശ്വസിച്ചു. ഹല്ലേലൂയ. വിശ്വസിച്ചത് അവനത് ഗുണമായി തീരുവാനും ഇടയായി തീർന്നു. യായിറോസും അപ്രകാരം വിശ്വസിക്കുകയാണ് ചെയ്തത് വാസ്തവത്തിൽ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. കാരണം യായിറോസിനറിയാം തൻ്റെ കൊച്ചുമകൾ മരിച്ചു പോയിരിക്കുന്നു. എന്നാൽ കർത്താവ് പറഞ്ഞു, നീ ഭയപ്പെടണ്ട, ഞാൻ അവളെ സൗഖ്യമാക്കും, അവൾ മരിച്ചിട്ടില്ല എന്ന് കർത്താവ് യായിറോസിനോട് പറഞ്ഞ് ആ വാക്കിനെ യായിറോസ് വിശ്വസിക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഒരു ഇരുട്ടുള്ള മുറിയിൽ ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചാൽ ആ മെഴുകുതിരി കത്തിച്ചു വെക്കുമ്പോൾ ആ ഇരുട്ടിനെ മുഴുവൻ വിഴുങ്ങിക്കളയുവാൻ ആ ചെറിയ മെഴുകുതിരിക്ക് കഴിയുകയില്ല. ഹല്ലേലൂയ. എന്നാൽ അത് നേരം വെളുക്കുന്നവരെ അത് കത്തി ജ്വലിച്ചു കൊണ്ടിരിക്കുവാൻ ആ മെഴുകുതിരിക്ക് കഴിയും. നമ്മുടെ വിശ്വാസം അപ്രകാരമുള്ള ഒരു മെഴുകുതിരി പോലെ ആയിരിക്കണം. അത് ചെറുതായിട്ടാണ് പ്രകാശിക്കുന്നതെങ്കിൽ പോലും അത് അന്ധകാരത്തെ മുഴുവൻ നീക്കിക്കളയുവാൻ വിഴുങ്ങിക്കളയുവാൻ നമുക്ക് കഴിയില്ല. എങ്കിലും കർത്താവ് ഒരിക്കൽ നമ്മുടെ അടുക്കൽ വരുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ ആ വിശ്വാസം അത് നമ്മൾ വിശ്വസിച്ച പോലെ കാര്യങ്ങൾ നടക്കുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവിൻ്റെ മരണത്തിന് മരിച്ച ഒരു വ്യക്തിയുടെ മേലുള്ള ദൈവത്തിൻ്റെ അധികാരത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവ് പലപ്പോഴും പല കാര്യങ്ങളിലും താമസിച്ചു എന്ന് വരാം. ഹല്ലേലൂയ. എന്നാൽ താമസിക്കുന്നത് ഒരിക്കലും അത് ഡിനേ ചെയ്യുന്നതല്ല. ഡിലേ ഈസ് നോട്ട് ഡിനേ. ഹല്ലേലൂയ. കർത്താവ് പലപ്പോഴും താമസിച്ചു എന്ന് വരാം. നമുക്കറിയാം, ലാസർ മരിച്ച് രണ്ടാമത്തെ ദിവസം ആണ് കർത്താവ് തൻ്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങിയത്. ഹല്ലേലൂയ. കർത്താവ് ലാസറിനെ കാണുവാൻ വന്നു കഴിഞ്ഞപ്പോൾ 4-ാമത്തെ ദിവസമായി, മരിച്ചിട്ട് 4-ാമത്തെ ദിവസമായി ലാസറിൻ്റെ കല്ലറയിലേക്ക് ചെന്നു. ഹല്ലേലൂയ. മനുഷ്യൻ്റെ ലോജിക്ക് അനുസരിച്ച് അത് ഒരിക്കലും നടക്കുന്ന കാര്യമേ അല്ല. ഹല്ലേലൂയ. മരിച്ച് 4 ദിവസം കഴിഞ്ഞ് നാറ്റം വെച്ച ഒരു ശവശരീരത്തെ ഉയർപ്പിക്കുവാൻ ആർക്കാണ് കഴിയുന്നത്? എന്താണ് അതിൻ്റെ ലോജിക്ക്? മനുഷ്യൻ ലോജിക്ക് അന്വേഷിക്കും, മനുഷ്യൻ അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ച് അന്വേഷിക്കും. അങ്ങനെയൊന്നും യാതൊരു ശാസ്ത്രീയ വശങ്ങളും ഇല്ല അതിൽ എന്ന് മനുഷ്യൻ ചിന്തിക്കും. മനുഷ്യൻ്റെ ചിന്താഗതി, മനുഷ്യൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത് അത് ഗ്രേവ് യാർഡ് വരെ മാത്രമേ ഉള്ളൂ. ആ ഗ്രേവ് യാർഡ് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മനുഷ്യന് ചിന്തിക്കുവാൻ കഴിയില്ല. അത് ദൈവത്തിന് മാത്രമേ ചിന്തിക്കുവാൻ കഴിയുള്ളൂ. അതുകൊണ്ട് കർത്താവ് യെശയ്യാവിലൂടെ പറഞ്ഞത്, എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളല്ല, എൻ്റെ വിചാരങ്ങൾ ആകാശം ഭൂമിക്ക് ഉയർന്നിരിക്കുന്ന പോലെ അത് ഉയരത്തിലാണ്. ഹല്ലേലൂയ. അത് നമുക്ക് ചിന്തിക്കുവാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കർത്താവ് പറയുന്നത് വിശ്വസിക്കുക. അതെങ്ങനെ സംഭവിക്കുമെന്നുള്ളതല്ല നമ്മൾ ചിന്തിക്കുന്നത്. കർത്താവ് പറഞ്ഞു, യായിറോസെ നീ വിശ്വസിക്കുക. ലാസർ മരിച്ച് 4 ദിവസം കഴിഞ്ഞപ്പോൾ ആ അഴുകിയ ശവശരീരത്തെ കർത്താവ് ഹല്ലേലൂയ അത് ജീവനുള്ളതാക്കി മാറ്റിയെങ്കിൽ കർത്താവിനെ കൊണ്ട് അസാധ്യമായതായ ഒരു കാര്യവും ഇല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. റോമർ 8:11 പറയുന്നു. ഹല്ലേലൂയ. അല്ലെങ്കിൽ യോഹന്നാൻ 11:25 പറയുന്നു. ഹല്ലേലൂയ. ഐ ആം ദ റിസറക്ഷൻ ആൻഡ് ഐ ആം ദ ലൈഫ്. ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. കർത്താവിൽ വിശ്വസിക്കുമ്പോൾ എന്ത് രോഗമാണെങ്കിലും ഹല്ലേലൂയ അത് പൂർണ്ണമായി സൗഖ്യമാകുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. കർത്താവ് ഹല്ലേലൂയ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ യേശു ക്രിസ്തുവിനെ ഉയർത്തിയവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ആ ആത്മാവ് കൊണ്ട് ഉയർത്തുവാൻ കഴിയും. നിങ്ങളുടെ ശരീരങ്ങൾ രോഗം വന്ന് പ്രയാസത്തിൻ്റെ അവസ്ഥയിലാണ് എങ്കിൽ പോലും, നിങ്ങളുടെ ശരീരങ്ങൾ ഏതെങ്കിലും അപകടത്തിൽപ്പെട്ടുള്ള ഒരു അനർത്ഥത്തിലൂടെ കടന്നു പോകുന്നു എങ്കിൽ പോലെയും കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കുമെന്ന്. ആ കർത്താവിൻ്റെ വചനത്തെ നമ്മൾ വിശ്വസിക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവ് അത് അപ്രകാരം ചെയ്യുവാനും ഇടയായി തീരും. ഹല്ലേലൂയ. അങ്ങനെ യേശു യായിറോസിൻ്റെ ഭവനത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ അവിടെ വലിയ കരച്ചിലുകാർ, ആരവക്കാർ, നിലവിളിക്കാരൊക്കെയും അവിടെ ഉണ്ടായിരുന്നു, ഈ കുഞ്ഞ് മരിച്ചു പോയതുകൊണ്ട്. അന്നത്തെ ഒരു വിശ്വാസം ഇങ്ങനെയായിരുന്നു, ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ചവൻ്റെ ആത്മാവ് സ്വർഗത്തിൽ പോവുകയില്ല എന്നുള്ള ഒരു വിശ്വാസം അവരുടെ ഇടയിൽ ഉള്ളതുകൊണ്ട്
ഹാലേലുയ, അവര് ഈ കരഞ്ഞ് നിലവിളിക്കുന്നവരെ മോങ്ങേഴ്സ് എന്ന് പറയും. അവരെ വിളിച്ച്, അവർക്ക് ഹയർ മോങ്ങേഴ്സാണ്. അവർക്ക് പൈസ കൊടുത്താൽ അവരിരുന്ന് നിലവിളിച്ച് കരയും. 2-3 ദിവസം അവർ ഈ നിലവിളിച്ച് ഈ മനുഷ്യൻ, ഈ മരിച്ചുപോയ മനുഷ്യൻ ചെയ്ത എല്ലാ നന്മകളെയും ഏറ്റുപറഞ്ഞ്, അയാൾ അറുത്ത കൈക്ക് ഉപ്പ് ഇടില്ലാത്ത ഒരു മനുഷ്യനാണെങ്കിൽ പോലും അവർ നിലവിളിച്ച് പറയും, ഈ മനുഷ്യൻ ജീവിച്ചിരുന്നപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ഉപകാരം ചെയ്തവനാണ് ഇവൻ, കർത്താവെ നിനക്കൊരു ആലയം പണിത് തന്നവനാണ്. അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ പറഞ്ഞ് ഇവർ നിലവിളിക്കും. ഇവരിങ്ങനെ നിലവിളിക്കുമ്പോൾ അലഞ്ഞു നടക്കുന്ന ആത്മാവ് അങ്ങ് സ്വർഗത്തിൽ അങ്ങ് എത്തത്തില്ല, ഇതിൽ 3 ദിവസം കഴിഞ്ഞ് അങ്ങ് എത്തത്തുള്ളൂ എന്നുള്ളതാണ് ഇവരുടേതായ ഒരു അന്ധവിശ്വാസം. അപ്പോൾ ഈ ആത്മാവിന് വേണ്ടി ഇവരിങ്ങനെ കരഞ്ഞ് നിലവിളിക്കുമ്പോൾ ഹല്ലേലൂയ, ആത്മാവിന് സ്വർഗത്തിലേക്ക് ഇങ്ങനെ നിലവിളിച്ച് കടത്തി വിടുവാൻ കഴിയും. അതങ്ങനെ അവരുടെ ഒരു ആചാരമായിരുന്നു. അപ്പോൾ യേശു ക്രിസ്തു ഇവരുടെ ഭവനത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കരഞ്ഞ് നിലവിളിക്കുന്ന ആരവക്കാരെ കണ്ടിട്ട് യേശു ക്രിസ്തു പറഞ്ഞു, മാറിപ്പോകുക, ഇവൾ ബാലെ മരിച്ചിട്ടില്ല, അവൾ ഉറങ്ങുകയത്രേ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അവർ കർത്താവിനെ പരിഹസിച്ചു. അവൾ മരിച്ചു എന്ന് അവർക്ക് നല്ല ഉറപ്പുണ്ട്. എങ്കിലും ഹല്ലേലൂയ, കർത്താവ് പറഞ്ഞു അവൾ മരിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആ കുഞ്ഞ് മരിച്ചു എന്ന് അവർക്ക് ഉറപ്പുള്ളത് കൊണ്ട് അവർ കർത്താവിനെ പരിഹസിച്ചു. നീ എന്താ അറിഞ്ഞുകൊണ്ടാണ് ഈ പറയുന്നത്? അവൾ മരിച്ചു, വൈദ്യന്മാർ വന്ന് പറഞ്ഞു അവൾ മരിച്ചു, ഇനി എത്രയും വേഗം അടക്കണമെന്ന് പറഞ്ഞു, നീ പറയുന്നു മരിച്ചിട്ടില്ല എന്ന്. അതെ, കർത്താവ് ഈ സംശയക്കാരെല്ലാം പുറത്താക്കി. സംശയക്കാർ കൂടെ നിൽക്കുമ്പോൾ ഒരു പ്രവർത്തനവും നടക്കുകയില്ല. ഹല്ലേലൂയ. പല ദൈവദാസന്മാർക്കും അത്ഭുതകരമായ ശുശ്രൂഷകൾ ദൈവം കൊടുത്തിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും അവരുടെ കരങ്ങൾ കൊണ്ട് അത്ഭുതങ്ങൾ നടക്കാതിരിക്കുന്നതിൻ്റെ ഒരു കാരണം ഹല്ലേലൂയ, അവരോടൊപ്പമുള്ളത് എപ്പോഴും സംശയക്കാരാണ്. ഇത് നടക്കുമോ? ഇത് നടക്കുകയില്ല എന്ന് നെഗറ്റീവ് ചിന്തിക്കുകയും നെഗറ്റീവ് പറയുകയും ചെയ്യുന്നവരാ. കർത്താവ് എന്ത് ചെയ്തു? അങ്ങനെയുള്ളവരെല്ലാം മാറ്റിക്കളഞ്ഞ്, ഡൗട്ടേഴ്സിനെയൊക്കെയും മാറ്റിക്കളഞ്ഞിട്ട് പത്രോസിനെയും യോഹന്നാനെയും ആ ബാലയുടെ അപ്പനെയും അമ്മയും മാത്രം വിളിച്ചകത്തു കൊണ്ടുപോയി ഹല്ലേലൂയ, അതിൻ്റെ കരത്തിന് പിടിച്ച് ഹല്ലേലൂയ, തലീത്തി കൂമി, നീ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുവാൻ ഇടയായി തീർന്നപ്പോൾ ആ ബാല എഴുന്നേക്കുവാൻ, ജീവനിലേക്ക് തിരിച്ചു വരുവാൻ ഇടയായി തീർന്നു. ആ ജീവനിലേക്ക് തിരിച്ചു വന്ന ബാലയ്ക്ക് അതിന് ഭക്ഷിക്കുവാൻ കൊടുക്കുമെന്ന് യേശു പറഞ്ഞു. ഹല്ലേലൂയ. പുനരുദ്ധാനത്തിൽ ഹല്ലേലൂയ ഭക്ഷണമുണ്ട്. ഹല്ലേലൂയ. പുനരുദ്ധാനത്തിൽ എല്ലാവിധ അനുഗ്രഹങ്ങളുമുണ്ട് എന്ന് അത് കാണിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ കർത്താവ് ആ ബാല എഴുന്നേൽപ്പിച്ചു. കർത്താവ് കുറച്ച് മുമ്പ് ഹല്ലേലൂയ, കർത്താവ് കള്ളമാണ് പറഞ്ഞത് എന്ന് പറഞ്ഞവരുടെ മുമ്പിൽ കർത്താവ് തൻ്റെ പ്രവൃത്തി കൊണ്ട് ആ ബാല ജീവിച്ചപ്പോൾ എല്ലാവരും വീണ്ടും കർത്താവിനെ നമസ്കരിക്കുവാനും കർത്താവ് പറഞ്ഞതിനെ വിശ്വസിക്കുവാനും ഈയിടെയായി തീർന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ മനുഷ്യന് ഓരോ ലോജിക്കുകളുണ്ട്. ഹല്ലേലൂയ. ഇവൻ ഇവിടെ യായിറോസ് ആണെങ്കിൽ പോലും കർത്താവിനോട് ആദ്യം പറഞ്ഞത്, നീ വന്നിട്ട് എൻ്റെ മകളുടെ മേൽ കൈ വെച്ചിട്ട് അവളെ ഒന്ന് സൗഖ്യമാക്കണം. ഹല്ലേലൂയ. കർത്താവ് ചിലപ്പോൾ കൈ വെച്ച് ആയിരിക്കുകയല്ല സൗഖ്യമാക്കുന്നത്, കർത്താവ് കൽപ്പിച്ചിട്ടായിരിക്കും സൗഖ്യമാക്കുന്നത്. നയമാൻ ഒരിക്കൽ പറഞ്ഞു, ആ പ്രവാചകൻ എൻ്റെ മേൽ വന്നിട്ട് എൻ്റെ കുഷ്ഠമുള്ള ഭാഗത്തൊന്ന് കൈ ഒന്ന് ആട്ടി ഈ പ്രകാരമൊക്കെ ഒന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ എനിക്ക് സൗഖ്യമാകുമായിരുന്നു. അതിന് പകരമായിട്ട് എന്നെ ഈ കുളത്തിൽ ഈ യോർദാനിൽ കലക്ക ഉള്ള യോർദാനിലേക്ക് എന്നെ പറഞ്ഞു വിട്ട് 3 പ്രാവശ്യം മുങ്ങുവാൻ പറഞ്ഞത് എന്തിന് എന്നും പറഞ്ഞ് നാമാൻ ക്രൂദ്ധിച്ചു പോകുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. എന്നാൽ കർത്താവിൻ്റെ പ്രവൃത്തികൾ എപ്രകാരമെന്ന് ഹല്ലേലൂയ ആർക്കും മുന്നമേ കൂട്ടി പറയുവാൻ കഴിയില്ല. കർത്താവിൻ്റെ വിചാരങ്ങളും കർത്താവിൻ്റെ വഴികളും പലതുമാണ്. എന്നാൽ നാമാൻ 7 പ്രാവശ്യം മുങ്ങിയപ്പോൾ, 7ാമത്തെ പ്രാവശ്യം അവൻ പൊങ്ങിയപ്പോൾ അവൻ്റെ കുഷ്ഠമെല്ലാം മാറിപ്പോയതായി കാണുവാനിടയായി തീർന്നു. അപ്രകാരം ഇവിടെ ഈ യായിറോസിൻ്റെ കൊച്ചുമകള് മരിച്ചു എന്ന് കരുതിയിരുന്ന ആ കൊച്ചുമകള് അവള് മരണത്തിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ ഈയിടെയായി തീർന്നു. ഹല്ലേലൂയ. അപ്പോൾ യായിറോസിന് അവിടെ ദൈവം ഒരു റിഫൈൻ ചെയ്യുക ചെയ്തത്, ഒന്ന് പരീക്ഷിച്ച് നോക്കുക ചെയ്തത്. യായിറോസിൻ്റെ വന്ന താമസങ്ങൾ കാണുമ്പോൾ അവൻ അതിൽ നിന്ന് തെറ്റി മാറിപ്പോകുമോ എന്ന് കർത്താവിന് അറിയണമായിരുന്നു. കർത്താവ് പറയുന്ന കാര്യങ്ങളെ അത്രമാത്രം പൂർണ്ണതയോടെ വിശ്വസിക്കുന്നു എങ്കിൽ മാത്രമേ ഹല്ലേലൂയ
നിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രോമിസുകൾ, ദൈവം തന്നിരിക്കുന്ന വാഗ്ദാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാകുകയുള്ളൂ. ദൈവം പറയുന്ന പൂർണ്ണ ഹൃദയത്തോടെ നാം വിശ്വസിക്കണം. ഹല്ലേലൂയ. അല്ലാതെ മനുഷ്യൻ പറയുന്നോ മനുഷ്യൻ്റെ ലോജിക്കോ അല്ല. ഹല്ലേലൂയ. മനുഷ്യൻ പലപ്പോഴും ശാസ്ത്രത്തെയാണ് വിശ്വസിക്കുന്നത്. ശാസ്ത്രം ഹല്ലേലൂയ വചനത്തിന് വിരുദ്ധമാണ്. ഹല്ലേലൂയ. ശാസ്ത്രം ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നു നവഗ്രഹങ്ങളുണ്ട്. അതായത് ഇപ്പോൾ പറയുന്നു ഈ പ്ലൂട്ടോ എന്ന് പറയുന്നത് വെറും ഒരു നിഴലായിരുന്നു, പ്ലൂട്ടോ ഇല്ല, ഇപ്പോൾ 8 ഗ്രഹങ്ങളെ ഉള്ളൂ എന്ന് പറയുന്നു. ശാസ്ത്രത്തിനാണ് തെറ്റ് വരുന്നത്, തിരുവചനത്തിനല്ല തെറ്റ് വരുന്നത്. മനുഷ്യൻ ശാസ്ത്രത്തെ ഡിപ്പെൻഡ് ചെയ്യരുത്. ശാസ്ത്രത്തെ അല്ല മനുഷ്യൻ വിശ്വസിക്കേണ്ടത്. മനുഷ്യൻ ഡിപ്പെൻഡ് ചെയ്യാം, ഹല്ലേലൂയ, പക്ഷെ വിശ്വസിക്കേണ്ടത് ദൈവവചനത്തെയാണ്. ദൈവവചനത്തിൽ എന്ത് പറയുന്നുവോ അത് അപ്രകാരം നടക്കുവാൻ ഇടയായിത്തീരും. ദൈവവചനത്തിൽ കാണുന്ന അത്ഭുതങ്ങൾ അത് നടന്നിട്ടുണ്ടോ, അത് എങ്ങനെ നടന്നു, അതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രം എന്ത്, അതിൻ്റെ പിന്നിലുള്ള ലോജിക്ക് എന്ത് എന്നൊക്കെ ചിന്തിക്കുന്ന മനുഷ്യർ ഹല്ലേലൂയ കർത്താവിൻ്റെ ഈ വലിയ പ്രവർത്തനങ്ങളെ കണ്ടിട്ടെങ്കിലും അവർ വിശ്വസിക്കുവാൻ ഇടയായിത്തീരും. യായിറോസ് ഹല്ലേലൂയ അവൻ ആദ്യം ഒന്ന് തെറ്റിപ്പോകേണ്ടതായിരുന്നു. അവൻ്റെ വീട്ടിൽ നിന്ന് തെറ്റായ നെഗറ്റീവായിട്ടുള്ള റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവൻ തെറ്റിപ്പോകേണ്ടതായിരുന്നു. എൻ്റെ മകൾ മരിച്ചിരിക്കുന്നു, ഇനി കർത്താവിനെ കൊണ്ട് എന്ത് പ്രയോജനം, ഇനി കർത്താവിനെ എന്തിനു ഉപദ്രവിക്കുന്നു. ഹല്ലേലൂയ. നാം വിശ്വാസത്തോടെ കാത്തിരിക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തെ തകർക്കുവാൻ ഇതുപോലുള്ള നെഗറ്റീവ് റിപ്പോർട്ടുകൾ വരും. ഹല്ലേലൂയ. നെഗറ്റീവ് റിപ്പോർട്ടുകൾ വരുമ്പോൾ ആ നെഗറ്റീവ് റിപ്പോർട്ടുകളെ അല്ല നാം വിശ്വസിക്കേണ്ടത്, മറിച്ച് കർത്താവ് ഹല്ലേലൂയ കർത്താവിനെ നീ അസഹ്യപ്പെടുത്തരുത് എന്ന് പറയുന്നത് ഹല്ലേലൂയ ദുഷ്ടൻ്റെ ആത്മാവ് നമ്മളോട് പറയുന്നത്. കർത്താവിനെ നാം അസഹ്യപ്പെടുത്തുക തന്നെ വേണം. കർത്താവേ നീ സൗഖ്യമാക്കാമെന്ന് പറഞ്ഞ, നീ വിടുവിക്കാമെന്ന് പറഞ്ഞ എൻ്റെ ഭവനത്തിലെ രോഗങ്ങൾ, എൻ്റെ ഹാലിലെ രോഗങ്ങളൊക്കെയും വിടുവിക്കുവാൻ കർത്താവെ ഞാൻ നിന്നെ വീണ്ടും അസഹ്യപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞ കർത്താവിൻ്റെ പുറകെ വീണ്ടും ചെല്ലണം. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസത്തിന് മുറിവേൽക്കുന്ന ലോകപരമായ ഓരോ നിയമങ്ങളെ നമ്മൾ ഓർക്കാതെ കർത്താവ് പറഞ്ഞതിനെ വിശ്വസിച്ചുകൊണ്ട് കർത്താവിൻ്റെ കൂടെ നാം നടക്കുന്നുവെങ്കിൽ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളും ഹല്ലേലൂയ നമ്മുടെ പ്രശ്നങ്ങൾക്കും കർത്താവ് പരിഹാരം തരുവാൻ ഇടയായിത്തീരും. ഈ ലോകത്തിൻ്റെ ലോജിക്കുകളോ ഈ മനുഷ്യരുടെ ശാസ്ത്രീയപരമായ തെളിവുകളോ ഒന്നുമല്ല ആവശ്യം. നമുക്ക് നമ്മുടെ കർത്താവ് പറഞ്ഞതിനെ നമുക്ക് പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് വിശ്വസിക്കാം. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.